പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. രാഹുലിനെ ബാംഗ്ലൂരിലേക്ക് കടക്കാൻ സഹായിച്ച സുഹൃത്ത് പി രാജേഷാണ് കസ്റ്റഡിയിലായത്. രാഹുൽ സിംഗപ്പൂർ വഴി ജർമ്മനിയിൽ എത്തിയെന്ന രാജേഷ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. രാഹുലിനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. ബെൻസൺ ബാബു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ബെൻസൺ, ഈ പെൺകുട്ടിയുടെ കുടുംബം ഈ പരാതി ഉന്നയിക്കുമ്പോൾ ഈ പ്രതി പോലീസിന്റെ മൂക്കിൻ തുമ്പത്തുണ്ടായിരുന്നു. കൃത്യമായ വകുപ്പുകൾ പോലും ചുമത്താതെ പോലീസിന്റെ അനാസ്ഥ ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാണ് പ്രതിക്ക് വേണ്ടിയുള്ള ഒരു ഊർജിതമായ തെരച്ചിലടക്കം നടക്കുന്നത്. ഈ സുഹൃത്തിന്റെ മൊഴി പോലീസ് കണക്കിലെടുത്തിട്ടുണ്ടോ? വിശ്വസിച്ചിട്ടുണ്ടോ? ഇദ്ദേഹം വിദേശത്തേക്ക് പോയി എന്ന കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ടോ ബെൻസൺ? അതാണ് ആദ്യം അറിയേണ്ടത്. രേഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതി രാഹുൽ വിദേശത്തേക്ക് കടന്നതായിട്ടുള്ള സ്ഥിരീകരണം അന്വേഷണ സംഘത്തിനുണ്ടായിട്ടുണ്ട്. കാരണം ഈ പ്രതി വിദേശത്തേക്ക് കടക്കാൻ ആദ്യം പോയത്, അതായത് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുൻപേ തന്നെ പ്രതി രാജ്യം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. ആ ബാംഗ്ലൂരിലേക്കുള്ള യാത്രയിൽ ഇയാളോടൊപ്പം ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുള്ള രാജേഷും ഈ പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും സിംഗപ്പൂരിലേക്കും സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിലേക്കുമാണ് പ്രതിയായിട്ടുള്ള രാഹുൽ കടന്നിട്ടുള്ളത്. ജർമ്മനിയിൽ എത്തിയതിനു ശേഷം അവിടെ എത്തിയെന്ന് സ്ഥിരീകരിക്കുന്ന വാട്സ്ആപ്പ് മെസ്സേജ് രാജേഷിന് അയച്ചതായി അത്തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പ്രതി വിദേശത്തേക്ക് കടന്നു എന്ന സ്ഥിരീകരണം അന്വേഷണ സംഘത്തിനുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ജർമ്മനിയിലും അതുപോലെ തന്നെ സിംഗപ്പൂരിലും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വേണ്ടിയാണ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ ഉടൻ തന്നെ തിരിച്ച് നാട്ടിലെത്തിക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. എങ്കിലും ഈ പ്രതിയെ ചോദ്യം ചെയ്ത ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഒരു കസ്റ്റഡിയിലെടുക്കുകയോ അത്തരം നടപടികളിലേക്ക് കടന്നിരുന്നെങ്കിൽ പ്രതി ഇപ്പോൾ രക്ഷപ്പെട്ടു പോകില്ലായിരുന്നു എന്ന ഒരു ആരോപണം ഗുരുതരമായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. കാരണം ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് മുൻപ് തന്നെ പ്രതി രാജ്യം വിട്ടിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിനുമുള്ള ഒരു സ്ഥിരീകരണം. നിലവിൽ ഇപ്പോഴും ഈ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത്തരത്തിൽ ഈ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആദ്യഘട്ടം മുതൽക്കേ ഉണ്ടായിട്ടുള്ള അലംഭാവത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അല്പം മുമ്പാണ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ വരും മണിക്കൂറുകളിലും നിരവധിയായിട്ടുള്ള പ്രതിഷേധങ്ങൾ പന്തീരങ്കാവ് സ്റ്റേഷനിലേക്ക് വുമൺ ജസ്റ്റിസ് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ വിവരങ്ങൾ നൽകിയത്.